കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരനും ലഷ്കർ-ഇ-തോയ്ബയുടെ തലവനുമായ മസൂദ് അസറിന്റെ ഒളിത്താവളങ്ങളെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മാധ്യമങ്ങൾക്ക് ഈ റിപ്പോർട്ടുകൾ നൽകിയത് ഈ ഏജൻസികൾ തന്നെയാണ്, ഇന്റലിജൻസ് ഏജൻസികൾ തന്നെയാണ് എന്നുള്ള ഒരു വിവരമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ആദ്യമായി പ്രഹരമേൽപ്പിച്ചത് ഈ ഭീകര സംഘടനയുടെ ഹെഡ് ഓഫീസിൽ തന്നെയായിരുന്നു. ഭഗൽപൂരിലെ ആ ഭീകരതാവളം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതിന് പിന്നാലെ അവിടെയുള്ള ഭീകരതാവളങ്ങളെല്ലാം ഇന്ത്യ തകർക്കുകയും നൂറുകണക്കിന് ഭീകരരെ കൊന്ന് കാലവുരിക്കയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഭീകര തലവന്മാരെല്ലാം തന്നെ, ഭീകര സംഘടനയിലുള്ള ആളുകളും ഭീകര തലവന്മാരെല്ലാം തന്നെ ഒളിവിലായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പഹൽഗാവിലുള്ള തൻ്റെ ആ ഒരു സ്വർഗരാജ്യം വിട്ട് അവിടെ നിന്ന് 1000 കിലോമീറ്റർ അകലെയുള്ള പാക് അധിനിവേശ കാശ്മീരിൽ ബൾട്ടിസ്ഥാൻ മേഖലയിൽ സ്കാർഡുവിൽ ഈ അസർ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വത പ്രദേശത്തിന് പേരുകെട്ട സത്പാരയിലാണ് ഇപ്പോൾ ഈ അസർ ഉള്ളതെന്ന് കൃത്യമായ വിവരമാണ് ഇപ്പോൾ എല്ലാ ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ 2 കാര്യങ്ങളിലാണ് ഇന്ത്യ വിജയം നേടിയിരിക്കുന്നത്. ഒന്ന്, തങ്ങൾ നോട്ടമിട്ട ഭീകരരുടെ പിന്നാലെ തന്നെ തങ്ങളുടെ കണ്ണുകളുണ്ട് എന്നും അവർ തങ്ങളുടെ റഡാറിലാണ് എന്നും ഇന്ത്യ ഒരിക്കൽ കൂടി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം ഭീകരന്മാർക്കും മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഈ ഭീകര സംഘടനാ നേതാക്കളും ഭീകര സംഘടനകളും എല്ലാം തന്നെ ഇപ്പോഴും പാകിസ്ഥാനിൽ വിലസി നടക്കുന്നുണ്ട് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുവാനും ഇതുമൂലം കഴിഞ്ഞു. നമുക്കറിയാം, പാകിസ്ഥാനിൽ അസർ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് ബിലാവൽ ഭൂട്ടോ സർദാരി പറഞ്ഞത് പാകിസ്ഥാൻ തന്നെ വിവാദമാകിയതുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പാകിസ്ഥാൻ ഇക്കാലം അത്രയും പറയുന്നത് ഈ ഭീകര സംഘടനാ നേതാക്കളൊന്നും ഇവിടെ ഇല്ല, അവർ അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആയിരിക്കാം, തങ്ങൾക്കറിയില്ല, വെറുതെ ആരോപണം ഇന്ത്യ ഉന്നയിക്കുകയാണെന്നാണ്. പക്ഷെ അതല്ല, കൃത്യമായി തന്നെ ഈ ഭീകരരെ തങ്ങൾ സ്കെച്ച് ചെയ്യുന്നുണ്ട്, അവരെവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് കൃത്യമായി തങ്ങൾക്കറിയാമെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ തന്നെ ലോകത്തെയും ഒപ്പം തന്നെ പാകിസ്ഥാനും നൽകിയ മുന്നറിയിപ്പാണ്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെ നേതാക്കളുമൊക്കെ നെട്ടോട്ടത്തിലാണ് എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ അമേരിക്ക ഇപ്പോൾ ചെയ്ത നടപടി, അതായത് പാകിസ്ഥാൻ പറയുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മുഖപത്രം പറയുന്നത്, അമേരിക്ക ഇപ്പോൾ ചെയ്ത നടപടി ഇന്ത്യയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതിന് തുല്യമായി പോയി എന്നാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.